പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 4ാം ക്ലാസ് അഖീദ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എത്ര പാഠം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരും എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം, യോജിപ്പിക്കാം എന്നതാണ്. 5 ചോദ്യങ്ങളുണ്ട്. അതിന് യോജിച്ചത് ബ്രാക്കറ്റിലുണ്ട്, തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. ഒന്നാമത്തത്, അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായത്. ഇതിലേതാണ്? ഒരിക്കലും തന്നെ ദൈവം എന്ന നിലയ്ക്ക് അള്ളാഹുവിനിക്ക് ഒരിക്കലും അത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അത് ഉണ്ടായേ പറ്റൂ. അതിനെന്താണ് പറയാം? വാജിബായ സിഫത്ത് എന്നാണ് ഇതിന് പറയാം. നിർബന്ധമായ, അള്ളാഹ്ക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ട സിഫത്ത് എന്നാണ് വാജിബായ സിഫത്തിൻ്റെ ആശയം. രണ്ടാമത്തത്, ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. അള്ളാഹ്ക്ക് ഉണ്ടാക്കാവുന്ന ഏതൊരു കാര്യത്തെ ഉണ്ടാക്കുകയും ചെയ്യാം, അതിനെ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു പുതിയൊരു സാധനത്തിന് അള്ളാഹ്ക്ക് ഉണ്ടാക്കാമല്ലോ, അതുപോലെ തന്നെ ആ സാധനത്തിനെ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യാം. അതാണ് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത്. ഉണ്ടാക്കാവുന്ന ഏതൊരു കാര്യത്തിനെ പടച്ചോന് വേണമെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യാം, പടച്ചോൻ അതിനെ വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഒരാളും ചോദ്യം ചെയ്യില്ല. ഇഷ്ടാനുസരണം ചെയ്യാം എന്നർത്ഥം. അള്ളാഹിൻ്റെ ജായിസായ ഒരു സിഫത്തിൻ്റെ തരീഫുമാണത്. ആ അറബി ഫീലു കുല്ലി മുംകിൻ ഔ തുർക്കുഹു എന്നുള്ളത്. ജായിസായ സിഫത്ത് ചോദിച്ചാൽ അത് എഴുതി കൊടുത്താൽ മതി, മാർക്ക് കിട്ടും. മൂന്നാമത്തത്, അന്ത്യം ഇല്ലാതിരിക്കൽ. ഏതാണ് അന്ത്യം ഇല്ലാതിരിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബക്ക ആണ്. എന്നും ഉണ്ടാവും ഇവിടെ, അവസാനമില്ല. അതാണ് അന്ത്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ. ഇനി നാലാമത്തത്, തുടക്കം ഇല്ലാതിരിക്കൽ. അഥവാ അള്ളാഹു ഉണ്ടായതിനൊരു തുടക്കം ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടായതിന് തുടക്കം ഉണ്ടാവും. 2015, 2016 അങ്ങനെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിന് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവുമോ? ഇല്ല. അതാ പറഞ്ഞത്, അള്ളാഹു ഉണ്ടായതിന് തുടക്കം ഉണ്ടാവില്ല. തുടക്കം ഇല്ലാതിരിക്കൽ എന്നത് അള്ളാഹ്ക്ക് നിർബന്ധമാണ്. അതിന് അറബിയിൽ കിദം എന്ന് പറയും. അഞ്ചാമത്തത്, മുസ്തഹീലായ സിഫത്തുകളുടെ എണ്ണം. അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ എത്ര ഉണ്ട്? 20 ഉണ്ട്. ഈ 20 നേരെ എതിര് വരുന്നത് അള്ളാഹുവിനിക്ക് ഉണ്ടാവൽ നിർബന്ധമായതാണ്. ഉണ്ടാവൽ നിർബന്ധമായതിൻ്റെ എതിര് വരുമ്പോൾ മുസ്തഹീലാകും. മുസ്തഹീലിൻ്റെ എതിര് വരുമ്പോൾ ഉണ്ടാവൽ നിർബന്ധമായത്. രണ്ടും 20 തന്നെയാണ്. ഒന്ന്, അള്ളാഹു എന്നും ഉള്ളവനാവുക, അപ്പോൾ അതിൻ്റെ എതിരായിട്ട് വരിക ഇല്ലാത്തവനായിരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവേണ്ടത് വാജിബായ സിഫത്തും ഉണ്ടാവാൻ പാടില്ലാത്തത് മുസ്തഹീലായ സിഫത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. രണ്ടും 20ആണ്. ജായിസായ സിഫത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ 1 മാത്രമേ ഉള്ളൂ, ഫീലു കുല്ലി മുംകിൻ ഔ തുർക്കുഹു. ഇനി രണ്ടാമത്തത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും വേർതിരിക്കാനാണ്. നിങ്ങൾ മുസ്തഹീലായ സിഫത്ത് പഠിക്കണമെന്നില്ല. വാജിബായ 20 സിഫത്തുകളും നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. എന്നാൽ തിരിയുമല്ലോ. വാജിബല്ലാത്തത് ഏതാണെന്ന് മനസ്സിലാവല്ലോ. അതാണ് ഐഡിയ. വാജിബായത് കൃത്യമായി അതിൻ്റെ ആശയവും അതിൻ്റെ അറബിയും പഠിച്ചു വെച്ചാൽ പിന്നെ അതല്ലാത്തതൊക്കെ ഏതിലാണ് വരിക? മുസ്തഹീലാണ് വരിക. പുറമെ ഏത് മാത്രമേ ഉള്ളൂ? ഒരു ജായിസായ ഒരൊറ്റ സിഫത്തേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ പഠിക്കുകയും ചെയ്തു. ഇവിടെ വേർതിരിച്ചതിൽ നിങ്ങൾക്ക് കാണാം, വാജിബായ സിഫത്തിൽ വുജൂദ് വരുന്നുണ്ട്. വുജൂദ് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ഹയാത്ത്, അള്ളാഹ്ക്ക് ജീവൻ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹ്ക്ക് വേണം. കൗനുഹു ആലിമൻ, അള്ളാഹു അറിവുള്ളവനാവുക എന്നുള്ളത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. പിന്നെ അറിവ് എന്നത് അതും അള്ളാഹ്ക്ക് ഉണ്ടാവണം. അറിവുണ്ടാവണം, അതിനോടൊപ്പം അറിവുള്ളവനാവുക എന്നുള്ളത് വേറെയുണ്ട്. രണ്ടും രണ്ടാണ്, മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തത്, മുസ്തഹീൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ബക്കം എഴുതാം. ബക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കാത്തവനാവുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ കൗനുഹു അഴ്മ, അന്ധനാവുക, അഴ്മയാവുക, കാഴ്ചയില്ലാത്തവനാവുക, അതും അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ ഫനാ, നാശം. നമ്മളൊക്കെ നാശം സംഭവിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഒരു 2100 ആകുമ്പോൾ നമ്മളൊക്കെ മരിച്ചു പോയിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ പറ്റുമോ? നാശം സംഭവിക്കാത്തവനാവുക എന്നുള്ളത് അള്ളാഹ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഫനാ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മുസ്തഹീലാണ്, ഉണ്ടാവാൻ പറ്റില്ല നാശം സംഭവിക്കുക എന്നുള്ളത്. ഇനി അന്യാശ്രയം.
അന്യാശ്രയം. അന്യൻ എന്ന് പറഞ്ഞാൽ വേറെ ആളല്ലേ, ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. അപ്പോൾ അന്യനെ ആശ്രയിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് പറ്റില്ല. എല്ലാം സ്വന്തമായിട്ട് തന്നെ അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനത്തെ ആളാണ് അള്ളാഹു ആവുള്ളൂ. അന്യാശ്രയം അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പറ്റില്ല. അതാണ് ഉണ്ടാവാൻ പറ്റാത്ത സിഫത്തുകളിൽ നമ്മളതിനെ എണ്ണിയത്. അപ്പോൾ സംസാരിക്കാൻ കഴിയാത്തവനാവുക, അന്ധനാവുക, കാഴ്ചയില്ലാത്തവനാവുക, നാശം സംഭവിക്കുന്നവനാവുക, അന്യാശ്രയനാവുക, ഇതൊക്കെ മുസ്തഹീലാണ്, അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ. അപ്പോൾ വാജിബായ സിഫത്ത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇനി ഉത്തരം എഴുതാം എന്നുള്ളതിൽ മൂന്നാമത്തേതിൽ നമുക്ക് വായിക്കാം. സർവ്വലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ആരാണ്? അള്ളാഹുവാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, ഇതിങ്ങനെ തന്നെ ഇപ്പം തന്നെ പഠിച്ചു വെച്ച, ഒരു തവണ കേട്ടിട്ട് പഠിയുന്നില്ലെങ്കിൽ 1-2 തവണ കേട്ട് പഠിച്ചു വെച്ചോ, നിർബന്ധമാണ്. 3-4 മാർക്ക് വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്. രണ്ടാമത്തത്, മുസ്തഹീലായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾക്ക് എതിരായ കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്ത് ജീവിക്കുക എന്നുള്ളതിനെതിരായത് മരിക്കുക എന്നത്. അപ്പോൾ വാജിബായ സിഫത്തുകൾക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അള്ളാഹുവിൽ ഒരിക്കലും ജീവിക്കുക എന്നുള്ളതിൻ്റെ എതിര് വരുന്നത് മരിക്കുക എന്നല്ലേ. മരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിന് മുസ്തഹീൽ എന്ന് പറയും. ഇതിനാണ് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയുന്നത്. ഇനി അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് ഏത്? അതിൻ്റെ അറബി നമ്മൾ നേരത്തെ പറഞ്ഞു, വിശദീകരിക്കുകയും ചെയ്തു. ഇനി ഒന്ന് വായിച്ചു പോകേണ്ട ആവശ്യമുള്ളൂ. ഉണ്ടാക്കാവുന്ന ഏതൊരു കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അള്ളാഹ്ക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യാം. ഉണ്ടാക്കാവുന്ന ഏതൊരു കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇതിന് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്താകുന്നു. ഇതിനാണ് അള്ളാഹിൻ്റെ ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് നമുക്ക് നാലാമത്തതാണ്, അർത്ഥം എഴുതാം എന്നുള്ള ചോദ്യം. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സിഫത്തുകൾ പഠിക്കണം. ആകെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ 20 സിഫത്തുകളാണ്, വാജിബായ സിഫത്തുകൾ. അത് പഠിച്ചാൽ തന്നെ അതിൻ്റെ എതിരായി വരുന്നതൊക്കെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് അറബി കൂടെ നോട്ട് ചെയ്ത് പഠിക്കണം. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ മറ്റോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തത് വഹ്ദാനിയത്താണ്. വഹ്ദാനിയത്തിൻ്റെ അർത്ഥം എന്താണ്? ഏകത്വം എന്നതാണ് വഹ്ദാനിയത്തിൻ്റെ അർത്ഥം. ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടാവാൻ പറ്റുമോ? ഇല്ല. ഒരാൾ പറയും ഇപ്പം മഴ വേണം, മറ്റേ ദൈവം പറയുന്നു അപ്പോൾ മഴ വേണ്ട, ആകെ പ്രശ്നമാവൂലേ? അപ്പോൾ ദൈവത്തിൽ ഏകത്വം നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്താണ്, ഭൂമിയും ആകാശവും ഒക്കെ ആകെ തകർന്ന് തരിപ്പണമാവും. ഒരാൾ മഴ വേണം, ഒരാൾ മഴ വേണ്ട, ഒരാൾ ഇടി വേണം, ഇടി വേണ്ട, അപ്പോൾ അത് പ്രശ്നമാണ്. അതുകൊണ്ട് വഹ്ദാനിയത്ത്, ഏകനാവുക എന്നുള്ളത് നിർബന്ധമാണ്. രണ്ടാമത്തത് ഖിയാമും ബിൻ നഫ്സ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഖിയാം എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. നമ്മൾ നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ വരുന്നില്ലേ, നിൽക്കാൻ കഴിവുള്ള നിൽക്കുക, അതിലാണ് ഖിയാം പറയുന്നുണ്ട്. അപ്പോൾ ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കണം. അള്ളാഹ്ക്ക് എല്ലാ നിലക്കും സ്വയം നിലനിൽക്കാൻ കഴിയണം, ഒരാളെ സഹായവും വേണ്ട. മൂന്നാമത്തത് മുത്തക്കല്ലിം, അള്ളാഹു സംസാരിക്കുന്നവനായിരിക്കണം. അപ്പോൾ സംസാരിക്കുന്നവൻ എന്നാണ് മുത്തക്കല്ലിമിൻ്റെ അർത്ഥം. ഇനി കൗനു ആജിസൻ, എന്താണ് അതിൻ്റെ അർത്ഥം? കഴിവില്ലാത്തവനാവൽ. ഇത് ഏതിലാണ് വരിക? അള്ളാഹ്ക്ക് നിർബന്ധമാണോ കഴിവില്ലാത്തവനാവുക എന്നുള്ളത്? അല്ല, അത് പറ്റില്ലല്ലോ. അപ്പോൾ അത് മുസ്തഹീലാണ് വരിക. ആജിസ് എന്ന് കഴിവില്ലായ്മ അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് മുസ്തഹീലാണ് വരിക. ഇനി ബസർ, കാഴ്ച അള്ളാഹ്ക്ക് ഉണ്ടാവണ്ടേ, അതുകൊണ്ട് അത് വാജിബായ സിഫത്തിലാണ് വരിക. ഇനി ഈ ചോദ്യങ്ങൾ തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. വാജിബായ സിഫത്തുകൾ, മുസ്തഹീലായ സിഫത്തുകൾ, അതിൻ്റെയൊക്കെ അറബി പഠിച്ചു വെച്ചാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയും. ആകെ അതാണ് നമുക്ക് അക്കീദയിൽ പഠിക്കാനുള്ളൂ. 1-2 തവണ ഇത് കേട്ട് മനസ്സിലാക്കി വെച്ചോളൂ. കണ്ടില്ലേ? അഞ്ചാമത്തത് വിപരീത പദം എടുത്തെഴുതാം എന്നതാണ്. ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, എന്നാലും അറിയണ്ടേ എഴുതണമെങ്കിൽ. കുദറത്ത് എന്നതിൻ്റെ വിപരീതം ഇതിലുണ്ട്. കുദറത്ത് എന്ന് പറഞ്ഞാൽ കഴിവാണ്. അതിൻ്റെ വിപരീതം വേഗം കിട്ടും, കഴിവില്ലായ്മയാണ്. ആലിമ്, ഇൽമ്, അറിവ്, അതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിപരീതം എന്താണ്? അറിവില്ലാത്തവൻ എന്നുണ്ട്. പിന്നെ അടുത്തത് കലാം എന്നുണ്ട്. കലാം സംസാരമാണ്. അപ്പോൾ സംസാരമില്ലായ്മയാണ് അതിനോട് യോജിച്ചത്. പിന്നെ വഹദാനിയത്ത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഏകത്വമാണ് വഹദാനിയത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ എതിരായി വരുന്നത് ഏതാണ്? ഒന്നിലധികമാവലാണ്.
പിന്നെ ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എതിരായി വരുന്നത് ഏതാണ്? ജീവനില്ലാത്തവനാവൽ. അപ്പോൾ അള്ളാഹു ജീവനുള്ളവനാവലാണ് അള്ളാഹ്ക്ക് വാജിബായത്. അപ്പോൾ അതിൻ്റെ എതിരായി വരുന്നത് മുസ്തഹീലാണ്. ജീവൻ ഇല്ലാത്തവനാവുക എന്നുള്ളത് പറ്റാത്തതാണ്. ഇനി അടുത്തത് പൂർത്തിയാക്കാം എന്നൊരു ചോദ്യം. 4 ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ പാഠഭാഗം നന്നായി വായിക്കണം. ഒന്നാമത്തത് അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. എളുപ്പമാണ്. 2, നമ്മുടെ കേൾവി അപൂർണവും പൂർണ്ണമല്ല. അതാണ് സത്യം അസത്യം. പൂർണ്ണം അപൂർണം. അപൂർണമാണ്. നമ്മുടെ കേൾവി എന്താണ്? അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. എന്നാൽ അള്ളാഹുവിൻ്റേത് സമ്പൂർണ്ണമാണ്. അള്ളാഹുവിൻ്റേത് എല്ലാ നിലക്കും പൂർണ്ണമാണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പൂർണ്ണതയില്ല. ആ നിലക്ക് എല്ലാ നിലക്കും പൂർണ്ണമാകുമ്പോഴാണ് സമ്പൂർണ്ണമാവുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റേത് സമ്പൂർണ്ണവും സ്വന്തമായി ഉള്ളതുമാണ്. നമ്മുടെ കേൾവിയാണെങ്കിലോ അള്ളാഹു തആല നൽകിയതാണ്, അത് അപൂർണവുമാണ്. ഇനി മൂന്നാമത്തത് അള്ളാഹുവിന് ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി നാലാമത്തത് ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ആ ബൈത്ത് മുഴുവനായി പഠിച്ചു വെക്കണേ. ഉറപ്പായിട്ടും 4 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും പഠിക്കാതിരുന്നാൽ. പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. വായിച്ചു കഴിയുന്നതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. കുറഞ്ഞ പാഠങ്ങളേ ഉള്ളൂ. എല്ലാം നന്നായി പഠിക്കുക. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ചെയ്യാത്തവർ ചെയ്യുക. ലൈക്ക് കൊടുക്കാത്തവർ കൊടുക്കുക. നന്ദി അറിയിച്ച് എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.